നമസ്കാരം. ഗ്രാമത്തിലെ കാഴ്ചകൾ കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. ഇന്ന് നമുക്ക് എൻ്റെ ഗ്രാമത്തിലേക്ക് ഞാൻ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. എൻ്റെ ഗ്രാമം എടത്തിരുത്തി എന്ന് പറഞ്ഞ ഗ്രാമമാണ്. അവിടെ കുറേ കാഴ്ചകളൊന്നും ഇല്ലെങ്കിലും കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അവിടേക്ക് നമുക്ക് കൊണ്ടുപോകാം. ഞാൻ ജനിച്ച നാടാണ് കേട്ടോ, എൻ്റെ നാടാണ്. അങ്ങനെ കല്യാണം കഴിച്ച വീടല്ല. ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ സ്കൂളും ഞാൻ ഓടിക്കളിച്ച് നടന്ന സ്ഥലങ്ങളും എല്ലാം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. പിന്നെ എനിക്ക് കല്യാണം കഴിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ പറഞ്ഞിരുന്നത്, ഒരു ടൗണിലേക്കൊന്നും കല്യാണം കഴിക്കരുതെന്നാണ്. എനിക്ക് പറമ്പും പാടവും പുല്ലും എല്ലാം നോക്കി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചെടികളും എല്ലാം നോക്കി നടക്കാൻ ഇഷ്ടമാണ്. അതുപോലത്തെ ഒരു സ്ഥലത്തേക്കാണ് ഞാൻ എത്തിപ്പെട്ടതും. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈ ഗ്രാമത്തിലെ കാഴ്ചകൾ കാണിച്ചു തരാം. ഇത് ഒരു വീഡിയോയിലൊന്നും നിൽക്കില്ല കേട്ടോ, ഇത് 2-3 വീഡിയോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് കൂടുതലായിട്ട് കാണണമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ കാണാൻ പറ്റുള്ളൂ. ആദ്യം നമുക്ക് അമ്പലത്തിൽ നിന്ന് തുടങ്ങാം. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദം ശാസ്താരം പ്രണമാമ്യഹം. സ്വാമിയേ ശരണമയ്യപ്പ. ഇത് അയ്യപ്പ ക്ഷേത്രമാണ്. ഈ ഗ്രാമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണിത്. ഇവിടെ ഇപ്പോൾ ഈ വൃശ്ചിക മാസത്തിൽ അയ്യപ്പന്മാരുടെ ശരണം വിളികളൊക്കെ ഇങ്ങനെ മുഴങ്ങണ സമയമാണ്. പക്ഷേ ഇപ്പോൾ ഈ കൊറോണ കാരണം ക്ഷേത്രമൊക്കെ നേരത്തെ അടയ്ക്കും. ഇവിടെ വന്ന് അധികം ആരും ഒന്നും കാണാനില്ല. പിന്നെ ഇവിടെ ശിവന്റെ പ്രതിഷ്ഠയുണ്ട്. അപ്പം ശിവന്റെ ഇടത്താണ് അയ്യപ്പനെ ഇരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് എടത്തിരുത്തി എന്ന് പേര് വരാൻ കാരണം തന്നെ അതാണ്. ഇത് അമ്പലക്കുളമാണ് കേട്ടോ. ഇത് ഇവിടെ സ്ത്രീകള് വന്ന് ഇരുന്ന് മഞ്ഞളൊക്കെ ഇട്ട് പണ്ട് കുളിക്കാറൊക്കെ പതിവുണ്ട്. അപ്പുറത്ത് കടവിലാണ് ആണുങ്ങൾ കുളിക്കുന്നത്, ഇപ്പുറത്ത് സ്ത്രീകളുടെയാണ്. സ്വാമിയേ ശരണമയ്യപ്പ. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം. വളരെ നല്ലൊരു അന്തരീക്ഷമാണ്. പണ്ടൊക്കെ ഈ അമ്പലം പണ്ടത്തെ ഒരു അമ്പലത്തിന്റെ ഒരു ഇതായിരുന്നു. ഇപ്പൊ കുറച്ചൊക്കെ ഒന്ന് പുതുക്കി പണിതിട്ടുണ്ട്. നല്ലൊരു തണുത്ത അന്തരീക്ഷമാണ് ഇവിടെ വരുമ്പോ. നല്ല പോസിറ്റീവ് എനർജിയാണ് എല്ലാവർക്കും. ശത്രുവിനാശനം അസ്മത് ഇഷ്ടപ്രദാതാരം ശാസ്താരം പ്രണമാമ്യഹം. സ്വാമിയേ ശരണമയ്യപ്പ. വലിയൊരു പാടത്തിന്റെ നടുവിലായിട്ടാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. പാണ്ഡ്യേശവംശതിലകം കേരളേ കേളി വിഗ്രഹം ആർത്തത്രാണപരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. സ്വാമിയേ ശരണമയ്യപ്പ. പഞ്ചരത്നാഖ്യമേതദ്യോ നിത്യം ശുദ്ധ. പ്രധാനമായിട്ട് പാടങ്ങളാണ് കേട്ടോ. പാടത്ത് കൊക്കുകള് പശുക്കള് ഒക്കെ മേയുന്നുണ്ട്. വൃശ്ചിക മാസം ആയതുകൊണ്ട് ഇവിടെ നല്ല കാറ്റാണ്. അല്ലെങ്കിലും പാടത്തിന്റെ അടുത്ത് നിൽക്കുമ്പോൾ നല്ല തണുത്ത കാറ്റാണ് കേട്ടോ. ഇവിടെ പശുക്കളൊക്കെ മേയുന്നുണ്ട്. പാടങ്ങളൊക്കെ തൂർത്ത കാരണം നല്ല പാടങ്ങളൊക്കെ തൂർക്കണ്. ഇവിടെ കുളങ്ങളും പാടങ്ങളൊക്കെ തൂർക്കണ കാരണം കൊക്കുകൾക്കൊന്നും ഇതില്ല. അപ്പം അതുകൊണ്ട് ആവശ്യങ്ങളൊക്കെ ഇങ്ങനെ ഇതായിട്ട് നടക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ധീര രക്തസാക്ഷിത്വം വരിച്ച സർദാർ ഗോപാലകൃഷ്ണന്റെ നാടാണ് എടത്തിരുത്തി. അദ്ദേഹത്തിന്റെ സഹോദരപുത്രനാണ് ഇരിഞ്ഞാലക്കുട MLA അരുണൻ മാസ്റ്റർ. ഇത് ഞങ്ങൾ എടത്തിരുത്തി പള്ളിയിലേക്ക് പോവാണ് കേട്ടോ. ഏറ്റവും വലിയ പള്ളിയാണ് ഇവിടുത്തെ. ഈ പള്ളി കാണാൻ നല്ല രസമാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമ്മുടെ എഴുപ്രാസിയമ്മേനെ
മാമോദിസ മുക്കിയ സ്ഥലമാണ് ഈ പള്ളി. എൽപ്രാസ്യമ്മ ജനിച്ചത് ഒല്ലൂരാണെങ്കിലും ഈ പള്ളിയിലാണ് എൽപ്രാസ്യമ്മനെ മാമോദിസ മുക്കിയത്. ഇത് എടത്തിരുത്തിയിലെ സ്പെഷ്യൽ പരിപ്പുവടി ഉഴുന്നുവടി കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ. ഇത് പണ്ടേ മുതലുള്ളതാണ്. ഇത് കണ്ണപ്പേട്ടന്റെ കടയാണ്. ഇവിടത്തെ ഇതിലെ പോണവരെല്ലാവരും ഈ വട മേടിക്കാണ്ട് പോവില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ വടയും ഉഴുന്നുവടയും പരിപ്പടി. ഇനി നമ്മള് പോണത് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലത്തേക്കാണ്. ഇതെന്റെ സ്കൂളാണ്. ഞാൻ കളിച്ചു വളർന്ന എന്റെ സ്കൂള്. ഇവിടെ എനിക്ക് വളരെ പ്രിയപ്പെട്ട സ്ഥലമാണ്. ഇതിപ്പോ കൊറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയൊന്നും അല്ലായിരുന്നത്. കൊറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ പൂക്കളും ചെടികളും എല്ലാം നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ അതൊന്നും കാണുന്നില്ല ഇവിടെ. എന്റെ ജീവിതത്തില് ഏറ്റവും സന്തോഷമുള്ള നിമിഷമാണിത്. ഇത് ഞാൻ പഠിച്ചത് എന്റെ സ്കൂളാണ്. സെയിന്റ് ആൻസ് GHS എടത്തിരുത്തി. ഇത് ഹൈസ്കൂളാണ്. അതിന്റെ റോഡിന്റെ അപ്പുറത്തായിട്ടാണ് LP സ്കൂള്. അവിടെ നിൽക്കുമ്പോ ഞങ്ങൾക്ക് തോന്നും ഇപ്പുറത്തേക്ക് ചാടുന്നു, ഇപ്പുറത്ത് നിൽക്കുമ്പോ അപ്പുറത്തേക്ക് ചാടുന്നു. ഇപ്പൊ ഇവിടെ എല്ലാവരുടെയും ഓടി നടക്കാനുള്ള കൊതിയാവും. ഈ സ്റ്റേജിൽ നിന്ന് എനിക്ക് ഇറങ്ങാനുള്ള സമയം ഉണ്ടായിട്ടില്ല. എപ്പോഴും ഈ സ്റ്റേജിൽ ഞങ്ങൾ ഓരോ പരിപാടികളായിട്ട് ഇതിലുണ്ടാവും എപ്പോഴും. ഇത് LP സ്കൂളാണ് കേട്ടോ. ഇവിടെ നിറച്ച് സ്പൈഡർ പ്ലാന്റ് ഒക്കെ വെച്ചിട്ട് ഇനി നമുക്ക് എടത്തിരുത്തി മാർക്കറ്റ് കാണാം. ഇവിടെ ഒരു പാലുണ്ട്. ആ പാലം കടന്ന് അപ്പുറത്തേക്ക് കിടന്നാലാണ് കാട്ടൂർ അങ്ങാടിയാണ് ആവുക. ഈ പാലം പണ്ട് പഴയൊരു പാലായിരുന്നു. അപ്പൊ ഇതിലേക്ക് കടക്കാൻ എനിക്കൊക്കെ പേടിയായിരുന്നു പണ്ട്. എന്റെ ചേട്ടനൊക്കെ ഇതിലെ സൈക്കിൾ കൊണ്ടുപോകുമ്പോ സൈക്കിളും നിർത്തിയിട്ട് എന്നെ കൊണ്ടുപോയിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇപ്പൊ ഈ പാലൊക്കെ നല്ല സ്ട്രോങ് ആയി. ഇതിന്റെ അടിയിൽ കൂടെ ഒഴുകുന്ന ഒരു പുഴയുണ്ട്. ഈ പുഴ കരുവല്ലൂർ പുഴ, ആ പുഴയാണത്. അപ്പൊ ഈ പുഴ കാണാൻ നല്ല രസമുണ്ട്. ഇപ്പൊ ഈ പാലത്തുമ്പോ നിൽക്കാറൊന്നും എനിക്ക് പേടിയില്ല കേട്ടോ. ചെറുപ്പത്തിലെ ഭയങ്കര പേടിയായിരുന്നു ഈ പാലത്തിന്റെ അടിയിൽ നിൽക്കാനായിട്ട്. അപ്പൊ ഇവിടെ ഈ പാലത്തുമ്പോ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടത്തിലെത്തിയിട്ട് നന്നായിട്ട് കാണാൻ പറ്റും. ഇനി ഈ കട, ഇത് സ്ഥിരമായിട്ട് ഞങ്ങൾ കടലും കപ്പലിനൊക്കെ വാങ്ങണ കടയും. അപ്പൊ ഈ ഇടത്തിരുത്തി മാർക്കറ്റ് ചെറുപ്പത്തിലേ വന്നിട്ടുള്ളതാണ്. പിന്നെ ഇപ്പോ ചെടിച്ചട്ടികളൊക്കെ വെച്ച് നിറച്ചിട്ടുണ്ട് ഇവിടെ. മൺചട്ടികൾ മാത്രമായി, മൺചട്ടികളൊക്കെ മാത്രമായിരുന്നു. ഇപ്പൊ ഈ പ്ലാസ്റ്റിക് ചെടിച്ചട്ടികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പ്ലാസ്റ്റിക് ചെടിച്ചട്ടി ഇത് വാങ്ങി. ഇനി നമ്മള് ഇവിടെ ഒരു പള്ളിയുണ്ട്. ഈ പള്ളി ഇവിടെ മതസൗഹാർദ്ദത്തിന് വളരെ പേര് കേട്ട സ്ഥലമാണ് കേട്ടോ. എടത്തിരുത്തി എല്ലാവരും കൂടിയിട്ടാണ് നബിദിനായാലും പള്ളിയിൽ പെരുന്നാളായാലും അമ്പ് പെരുന്നാളായാലും ഉത്സവങ്ങളായാലും എല്ലാവരും സന്തോഷത്തോട് കൂടിയിട്ടാണ് ആഘോഷിക്കുന്നത്. ഇനി നമ്മള് എന്റെ കുമ്പളവറമ്പിലേക്കാണ് പോകുന്നത്. കുമ്പളവറമ്പാണത്. ഇവിടെ വീടുകളും, ഇത് പൃഥ്വി പാട്ട് പഠിച്ചിരുന്ന സ്ഥലം കേട്ടോ. SNDP ഹാള്. പൃഥ്വി ഇവിടെയാണ് പാട്ട് പഠിച്ചിരുന്നത്. ടീച്ചറെ പിന്നീട് നമുക്ക് പരിചയപ്പെടാം കേട്ടോ. ഇനി ഞാൻ പോണത് എന്റെ ക്ഷേത്രത്തിലേക്ക്, എന്റെ തറവാട്ട് ക്ഷേത്രം കൊല്ലാറ ക്ഷേത്രമാണിത്. ഇവിടുത്തെ പരിസരമൊക്കെ വളരെ മാറ്റങ്ങളായിട്ടുണ്ട്. നല്ല രസമാണ് ഈ പാടം. കുറെ പാടത്തിന്റെ ഉള്ളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇത് കൊല്ലാറ ഭഗവതി ക്ഷേത്രമാണ്. എന്റെ അച്ഛന്റെ തറവാട്ട് ക്ഷേത്രമാണ്. ഇവിടെ ഉത്സവങ്ങളൊക്കെ കൊല്ലത്തില് ഒരിക്കല് എല്ലാവരും കൂടി ഒത്തുചേരും. തറവാട്ടിലെല്ലാവരും ഈ കൊല്ലത്തിലൊരിക്കലാണ് എല്ലാവരും കൂടി കാണാം. അതാണ് ഈ തറവാട്ട് ക്ഷേത്രങ്ങളുടെ പ്രത്യേകത. എല്ലാവരും കൂടി, എല്ലാ തറവാട്ടിലുള്ള എല്ലാവരും ഒത്തുചേരുന്നത് അന്നാണ്. അപ്പൊ ഇവിടെ തുള്ളലും മുത്തപ്പന്മാര്, ദേവി, അങ്ങനെ എല്ലാതും, ആന ഉണ്ടാവും. ഒരാന ഉണ്ടാവുള്ളൂ അവിടെ. അപ്പൊ ആന ഉണ്ടാവും, പൂര ഉണ്ടാവും. നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട്. ഇപ്പൊ ഒരനക്കമില്ല ഇവിടെ. ഉത്സവമായില്ലെങ്കിൽ ഇവിടെ നല്ല തിരക്കായിരിക്കും. ഇതൊക്കെ പുതുതായി പണിതതും ഇപ്പൊ
ഇവിടെയൊക്കെ പുതിയതായിട്ട് കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ വീടുകളും എല്ലാം മാറി, എല്ലാം പുതിയ പുതിയ വീടുകളായി. എൻ്റെ ഗ്രാമത്തിൽ ഭംഗി കൂടി കൂടി വരികയാണ്. അപ്പൊ ഇനി അടുത്ത വിശേഷങ്ങൾ നമുക്ക് അടുത്ത പാട്ടിൽ കാണാട്ടോ. അതിൽ ആളുകളെയും എല്ലാവരെയും പരിചയപ്പെടാം. എൻ്റെ ഗ്രാമത്തിലെ വിശേഷങ്ങൾ ഇനിയും കുറേ ഉണ്ട്. അപ്പൊ ഇത് കാണണമെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പൊ കാത്തിരിക്കുക. അടുത്ത പാട്ട് ഞാൻ അടുത്ത് തന്നെ കാണാം. താങ്ക് യു.